മാം, ഈ പുറത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഓപ്പൺ സ്കൂളിംഗ് എങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? പുറത്തുള്ള ആളുകള്, അതായത് ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കൊരു എന്തായാലും ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 6 മുതൽ അവര് വർക്കിന് പോകാനുള്ള യാത്രയിൽ തുടങ്ങും. ദെൻ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആവും അല്ലെങ്കിൽ 7 മണിയൊക്കെ ആവും അവർ തിരിച്ചെത്താനായിട്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ എല്ലാം ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക്, ഈ പറയുന്ന 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ്, +2 ആണെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഫോട്ടോ, ഇതെല്ലാം തന്നെ നമുക്ക് സ്കാൻഡ് കോപ്പി, ഒറിജിനലിന്റെ സ്കാൻഡ് കോപ്പി തന്നെ മതിയാവും നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കൊടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പുറത്തുള്ള ആളുകൾക്ക് അവിടേക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ആഫ്റ്റർ വർക്ക് ഒരു 1 hour 2 hour ഡെയിലി സ്പെൻഡ് ചെയ്താൽ അവർക്ക് ഈ പഠിക്കാനുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലാസ് കേട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 2 hour എങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ ഒരു അക്കാദമിക് ഇയറിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റും. അവർക്ക് വലിയ ആവശ്യമാണ്. കാരണം ഇപ്പൊ എല്ലായിടത്തും ഡിഗ്രി, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ദുബായിൽ വന്ന എല്ലാ പോസ്റ്റുകൾക്കും മിനിമം ഡിഗ്രിയാണ്. എനി ഡിഗ്രി എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഡിഗ്രിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം +2 പാസ്സാവണം. പല ആളുകൾക്കും ഇവിടുന്ന് +2 തോറ്റിട്ടൊക്കെ ആണെങ്കിൽ ഗൾഫിലേക്ക് കയറിപ്പോയി എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ആവശ്യം +2 പാസ്സാവുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. ഡിഗ്രി നമുക്ക് ഓപ്പൺ സ്കൂളായിട്ട് അടുത്തത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം +2 പാസ്സാവാനായിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്ത്, പക്ഷെ ഡിഗ്രി പോലെയല്ല +2, ബേസിക് എഡ്യൂക്കേഷൻ തന്നെ കിട്ടണം. അതിന് ക്ലാസ്സുകൾ തന്നെ കിട്ടണം. അത് നമുക്ക് വായിച്ചു പഠിക്കാൻ, ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ വായിച്ചു പഠിക്കാം. അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വായിച്ചു പഠിക്കാൻ പറ്റും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണെങ്കിൽ. കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കിട്ടേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വായിച്ചു പഠിക്കാൻ സാധിച്ചൊന്നും വരില്ല. ഒരു സ്പെഷ്യലൈസ്ഡ് ട്യൂട്ടറിന്റെ ക്ലാസ് കിട്ടേണ്ടി വരും. ഇനി സയൻസ് ആണെങ്കിൽ എന്തായാലും നമ്മൾ ക്ലാസ് എടുത്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. വായിച്ചു പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല സയൻസ് എന്ന് പറയുന്നത്.